ഹായ് ഹലോ. ഇത് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. ഇത് ഞാൻ ഈ അടുത്തിടെയായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ BV380 എന്ന് പറയുന്ന മുട്ടക്കോഴിയുടെ വളർത്തലിനെ പറ്റി കുറേ വീഡിയോസ് ഞാൻ കണ്ടു. എനിക്കറിയില്ല അത് കുറേ പേര് നല്ല സക്സസ് ആയിട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഇനി അത് വീഡിയോയിൽ മാത്രം ഒതുങ്ങിക്കണതാണെന്ന് അറിയില്ല കേട്ടോ. ഞാനൊരു 8-9 കൊല്ലം മുന്നേ ഈ ഒരു കോഴീനെ ഞാൻ വളർത്തിയതാണ്. അന്ന് ഞാൻ വാങ്ങിയൊരു കോഴിയുടെ കൂടാണ്. അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് വെള്ളം, തീറ്റ നമുക്ക് ട്രയലിട്ട് കൊടുക്കാം, മുട്ട ഇപ്പുറത്തെ ട്രയലിലേക്ക് പുറത്തേക്ക് വരും, അങ്ങനെ ഒരുപാട് സംവിധാനമുള്ള കൂടാണത്. ഈ സംഗതി ഈ കൂട് അടിപൊളിയാണ്. നമ്മൾ 12,500 സംതിങ് കൊടുത്ത് കൂട് വാങ്ങി 50 കോഴീനെ നമുക്ക് ഇടാൻ പറ്റിയായിരുന്നു. അതിനകത്ത് ഒരു സൈഡിൽ 2 തട്ട് അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് ഈ കോഴിക്കൂട് വന്നേക്കണേ. അപ്പോൾ കൂടിൻ്റെ മെറ്റീരിയലൊക്കെ അടിപൊളി. ഒരു തുരുമ്പൂലൊന്നും സാധനം ഇത്ര നാളായിട്ട് ഒരു തുരുമ്പിങ്ങനെ കാട് പിടിച്ച് കിടക്കണം, ഒരു തുരുമ്പൂലൊന്നുമില്ല. കൂടുതൽ അടിപൊളിയാണ്. പക്ഷേ ഈ കോഴീനെ വളർത്തി നമുക്ക് മുതലാവുമോ എന്നുള്ള കേസാണ് ഏറ്റവും സംശയകരമായ കേസ്. ഞാനൊന്ന് തീറ്റ കൊടുക്കണതും ഈ സാധനത്തിന് മുട്ട 40-50 കോഴിയുള്ളതിൽ 10-15 മുട്ട അല്ലെങ്കിൽ 20 മുട്ട ഒരു ദിവസം കിട്ടും. നമുക്ക് തീറ്റ കാശ് പോലും മൂലം ഞാൻ നിർത്തി കളഞ്ഞു. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ, കോഴി വളർത്തലേക്ക് ഇറങ്ങി ശ്രദ്ധിക്കുക. അത് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ള കേസോട് ചിന്തിക്കുക, എന്നിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ടാണ് അവസാനം ഞാൻ ഇറച്ചി വലിക്ക് തന്നെ കൊടുത്തു കളഞ്ഞു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.